ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളായിരുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ബിജെപിക്ക് എന്ന വിലയിരുത്തലിലാണ് വർഗീയ പ്രചാരണം അഴിച്ചുവിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേതൃത്വം നൽകിയത്. മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായി വർഗീയ പരാമർശങ്ങളും ആക്ഷേപങ്ങളും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയിലേക്ക് നേരിട്ടെത്തുന്ന ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പകരം ബിജെപിയോട് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കുന്ന ഒരു നടപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള ചില നടപടികളുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദ്വേഷ പരാമർശങ്ങളിൽ കോൺഗ്രസിനും ബിജെപിക്കും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളെക്കുറിച്ച് ഒരിടത്തും പരാമർശിക്കുന്നില്ല. പകരം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കണം എന്ന പൊതു നിർദ്ദേശമാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിചിത്ര നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംരക്ഷിക്കാനാണ് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കമ്മീഷന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ കടുത്ത വർഗീയ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മോദിക്കെതിരെ തെളിവുകൾ സഹിതം പരാതി ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ മോദി വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പലതവണ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പരാമർശങ്ങളിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെയും ബിജെപി പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു പാർട്ടികളോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു പാർട്ടികൾക്കും നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് മത സാമൂഹിക ധ്രുവീകരണം ഒഴിവാക്കാൻ ഇരു പാർട്ടികളുടെയും അധ്യക്ഷന്മാരോട്, അതായത് JB നദ്ദയോടും മല്ലികാർജുൻ ഖാർഗെയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാൻ താരപ്രചാരകരോട് നിർദ്ദേശിക്കണമെന്ന് ബിജെപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണഘടന തകർക്കപ്പെടുമെന്ന തെറ്റായ പ്രചരണം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ താരപ്രചാരകരോട് നിർദ്ദേശിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും കോൺഗ്രസിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പരാതികൾ പലതവണ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ പേര് ഒരിടത്തും പരാമർശിക്കാതെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വെള്ളപൂശാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ കൂടി ഈ കൂടെ ചേർത്തുകൊണ്ട് ഒരു പൊതുമാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈ കഴുകാൻ ശ്രമിച്ചിരിക്കുന്നത്.